ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനല്ലോ കുറേ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ മിഠായികളില്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണം. നമുക്ക് നോക്കിയാലോ അത്. ഈ മിഠായികളെല്ലാം നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് ഇതാല്ലേ, വേറെ സ്ഥലമൊന്നുമില്ല, സീറ്റിലോട്ട്. വാവ്, ഇഷ്ടം പോലെ മിഠായികളാണ്. കണ്ടോ, ഇത് ഞങ്ങളുടെ അവിടെ ഇതിന് മക്രോണി എന്നായിരുന്നു പറയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നാരങ്ങ മിഠായി ഉണ്ട്, നമ്മുടെ സ്വന്തം തേൻ മിഠായി, പോപ്പീൻസ്, പിന്നെ ഇത് ശർക്കര മിഠായി എന്നായിരുന്നു. പിന്നെ വേണ്ടത് നമ്മുടെ ഇംലി മിഠായി. പിന്നെ ഇത് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതേപോലെ ഇഞ്ചി മിഠായി. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് ഈ മക്രോണിയെ പൊട്ടിച്ച് നോക്കാം അല്ലേ. ഈ മക്രോണി പൊട്ടിക്കട്ടെ. അയ്യോ, അത് പൊട്ടുന്നില്ല. യെസ്, അയ്യോ പൊടിഞ്ഞു പോയി. കണ്ടോ, അടിപൊളി. സൂപ്പർ. ഇനി നമുക്ക് നമ്മുടെ തേൻ മിഠായി പിടിക്കാം. അതിന്ന് ഒരെണ്ണം ഇങ്ങനെ എടുക്കണം. എന്നിട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ അത് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അകം കണ്ടോ, അതെ, അടിപൊളി മധുരം, സൂപ്പർ. ഈ കൊച്ചിയിൽ ഞാനുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങനെ 25 പൈസ 50 പൈസയൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റുമായിരുന്നു, 1 രൂപ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇങ്ങനത്തെ മിഠായി വാങ്ങിക്കാനൊക്കെ ആയിരുന്നു. ഈ നാടൻ മിഠായികളില്ലേ, നമ്മുടെ തേൻ മിഠായി, നാരങ്ങ മിഠായി, ഈ ശർക്കര മിഠായി, ഈ മിഠായിക്കകത്തുണ്ടല്ലോ പണ്ട് നമ്മൾ 25 പൈസ എടുത്ത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 20 പൈസ 10 പൈസ അങ്ങനെയൊക്കെ ഇതിനകത്ത് കിട്ടുമായിരുന്നു. അത് കിട്ടാൻ വേണ്ടി കൂടുതൽ ഈ മിഠായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര കട്ടി, ഒത്തിരി നാളെ ശേഷം ഞാൻ ഈ മിഠായി കഴിക്കുന്നത്. അടിപൊളി. ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നമ്മൾ മധുരമല്ല കഴിച്ചോണ്ടേ, നമുക്ക് ചെറിയൊരു പൊട്ടിക്കാനും പറ്റത്തില്ലേ, വാടകി. പണ്ടി എന്ന് പറയാ ചെയ്യാലേ. ഇത് ജിമ്മി പൗഡറുള്ള മിഠായെന്ന് തോന്നുന്നു കേട്ടോ, പൊട്ടി വരുന്നില്ല. പൊട്ടി. ഇനി കഴിച്ചു നോക്കാം അല്ലേ. ഇത്രയും നേരം കഴിച്ചാൽ മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇഞ്ചി മിഠായി. ഈ പോപ്പിൻസ് ഉള്ളേ, അത് പിന്നെ തിന്നാം. എല്ലാം പല കളറുള്ള മിഠായികളുണ്ട്, അടിപൊളിയല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഈ പുളിമിഠായി. അയ്യോ, ഇതിനും ഭയങ്കര ശക്തിയാണ്, വരുന്നില്ലെന്നേ. വാ മോനെ വാ, വന്നു. അടിപൊളി. ഒന്നും പറയില്ല, സൂപ്പർ സാധനം.